അടിപൊളി വീടായിരുന്നു. ആ മലയൊക്കെ കടന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർക്കൊരു പ്രത്യേക ഒരു ലൈഫാണ് കേട്ടോ. ആരുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലം, വിറകൊക്കെ കത്തിച്ച സ്ഥലം. നേരത്തെ ഇവിടെ ഒരു പൂച്ച നടക്കണ കണ്ടായിരുന്നു. ഇത്ര ഉള്ളൂ വീട്. നമ്മൾ ഇന്നലെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് പെൻസിൽ വാലിയിൽ മാർട്ടിൻസ്ബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എയർബിഎൻബി വഴി താമസിക്കുന്ന അതേ ഈ ഒരു വീട്ടിലാണ്. ഓക്കെ, അടിപൊളി വീടായിരുന്നു. ഈ വീടും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ പുറത്തുള്ള ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല രാത്രി ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ബാർബിക്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. കണ്ട അപ്പോൾ അതേ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. കഴിഞ്ഞ തവണ നമ്മൾ ന്യൂയോർക്കിലൊരു വീടെടുത്തപ്പോഴത്തേനും നമ്മൾ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കിയില്ല. പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കണില്ല. നമ്മൾ കുറച്ച് വന്നപ്പോഴത്തേനും റെഡി ടു ഫുഡുകളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാടൻ ഫുഡുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പണിയൊന്നുമില്ല ഇന്നിപ്പോൾ രാവിലെ. എന്നാലും ഉണ്ട് കുറച്ച് പണികൾ. ഇന്നലെ രാത്രി ആയപ്പോഴത്തേനും പതുക്കെ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും സഹിക്കാൻ പറ്റാവുന്ന തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ രാവിലെ ആയപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് തണുപ്പ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, നല്ല രസമല്ലേ. അറ്റത്ത് മലയാണ് കാണാം, അറ്റത്ത്. ആ മലയൊക്കെ കടന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടിയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി ഗ്രാമപ്രദേശമുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ മിക്കതും എയർബിഎൻബി വഴി ആളുകൾ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാടാണ്, ഫുള്ള് കാട്. ആളുകൾ ട്രക്കിങ്ങിനൊക്കെ പോവില്ലേ, ആ ഒരു കാടാണുള്ളത്. നമ്മൾ പിന്നെ ട്രക്കിങ്ങിനൊന്നും പോയൊന്നുമില്ല. കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ കാണിച്ചത് എന്തൊരു പേടിയായിട്ടോ. ആ കാടിൻ്റെ ആ വാതൊക്കെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടാണ് അതിൻ്റെ ഉള്ളൊക്കെ കാണാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കോമ്പൗണ്ടാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ അതെ ഇങ്ങനെ നല്ല പച്ച പുല്ലിങ്ങനെ എടുത്തിട്ട് നല്ല രസം. വീട് അവിടെ അറ്റത്തൊരു വീട് കാണാണ്ടോ. ഇവിടെയൊക്കെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര അകൽച്ചയിലാണ്. അടുത്തടുത്ത് വീടുകൾ ഭയങ്കര കുറവാണ്. മറ്റേ ഈ ടൗണിലേക്കൊക്കെ അടുക്കും തോറുമാണ് ഇങ്ങനെ അടുത്തടുത്ത് വീടുകൾ വരുള്ളൂ. അല്ലാതെ ഇങ്ങടെയൊക്കെ ഉള്ളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതലും ഇങ്ങനെ വീടുകൾ ഭയങ്കര ഇതായിരിക്കും. പിന്നെ മാത്രമല്ല ഇവിടെ വൈഫൈ ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. മൊബൈലിലൊക്കെ ആകെ റേഞ്ചൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഏരിയ. ഒരു ഭയങ്കര ഒരു ഉള്ളിലേക്ക്, പെൻസിൽ വാലയിൽ ഒരുപാട് ഉള്ളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഒരു സ്ഥലം കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കുറേ ആളുകളെയൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തേനും അവിടുത്തെ ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടത്. അവർക്കൊരു പ്രത്യേക ഒരു ലൈഫാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞില്ലേ, ഞങ്ങൾ അതിൽ ഒരു ഫാമിലി ഇങ്ങനെ നമ്മളായിട്ട് പരിചയപ്പെട്ടേ. അപ്പോൾ അവർ പറയാം ഞങ്ങൾ 30 വർഷമായിരുന്നു ഇവിടെ താമസിക്കണം, ഈ ഒരു ഒറ്റപ്പെട്ട ഒരു ഭാഗത്ത്. പക്ഷേ അവർക്കത് ഹാപ്പിയാണ്. പുറമേ നോക്കണവർ വിചാരിക്കും ഇവരിത് എങ്ങനെ ജീവിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടും. ഇതെന്ന് പറഞ്ഞാൽ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പം നമുക്കൊരു ഷോപ്പിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്ററുകൾ പോകണമെന്ന് പറഞ്ഞാൽ ഇത് കുറേ ഉള്ളിലാണ്. ഇവിടെയൊക്കെ കുറേ കൃഷി സ്ഥലങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ആരുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലം. നമ്മളിപ്പോൾ വന്നില്ലേ ഇന്നലെ, ആ വന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ നമ്മൾ അതിലേക്ക് നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. ഫുള്ള് വീഡിയോയിലുണ്ട്. ഇന്നലെ ക്യാമ്പ് ഫയർ നടത്തിയില്ലേ, ആ ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ ഫുള്ള് കത്തിത്തീരുന്ന വരെയൊന്നും ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത്തേൽ ഭയങ്കര ഇരുട്ടും സമയവും പോയി, തണുപ്പ്, പിള്ളേർക്ക് പോവാ ഗ്രില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബഹളായി. അത് കാരണം പിന്നെ ഞങ്ങൾ പകുതിക്ക് വെച്ച് ഇങ്ങോട്ട് പോകുന്നു. അതെ കണ്ട, ഇവിടെയാണ് നമ്മൾ ഇന്നലെ വിറകൊക്കെ കത്തിച്ച സ്ഥലം. ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. അതേ അങ്ങോട്ട് ഫുള്ള് കാടാണ് മൊത്തം. അവിടെയാണ്, അതിലെയാണ് ട്രക്കിങ്ങിനൊക്കെ പോണ ഏരിയ. അതെ കണ്ട, നമ്മളിന്നലെ കത്തിച്ച സ്ഥലം. അടിപൊളിയല്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നേരത്തെ ഇവിടെ ഒരു പൂച്ച നടക്കണ കണ്ടായിരുന്നു.
വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കാണുന്നില്ല അതിനെ. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കണ്ട നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡാണത്. ഇത്ര ഉള്ളൂ വീട്. കണ്ട 2 ബെഡ്റൂമായിട്ടുള്ളൊരു വീടാണ് ഇത്. ഇവരുടെ എന്തോ ഒരു ഗ്യാരേജ് പോലത്തെ എന്തോ ആണ്. ഇവരുടെ സാധനങ്ങളൊക്കെ ഇടുന്ന എന്തോ ഒരു റൂമാണ്. ഇതൊക്കെയാണ് പുറത്തെ വിശേഷങ്ങൾ. കൂടുതലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണ്ടല്ലോ. ചെടി നോക്കി നല്ല രസമുണ്ടല്ലേ എൻ്റെ ഇല കാണാൻ. വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഫുള്ള് ഇങ്ങനെ പുല്ലൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല രസമാണ് കാണാൻ. ഫുള്ള് പച്ചപ്പ്. ഇത്ര ദൂരെയാണ്. നമ്മൾ ഇന്നലെ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാണ്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം എന്ന് വെച്ചാൽ 11 മണിക്ക് തന്നെ നമ്മൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒക്കെ റെഡി ആവണ്ടേ. അതു ഞാനപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ പണി തുടങ്ങണതിന് മുമ്പേ ഒന്ന് പുറത്തിറങ്ങി ഒരു ഇൻട്രോയൊക്കെ എടുത്ത് ചുറ്റുപാടൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടക്കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാളയും പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അങ്ങനെ അല്ലറ സാധനങ്ങളൊക്കെ കുറച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസുമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കറി എന്തായാലും മേടിക്കാൻ കിട്ടിയാലേ നമ്മുടെ ആ ഒരു ടേസ്റ്റിനൊത്ത കിട്ടൂലല്ലോ. എന്നാലും ചിക്കൻ കറി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഞങ്ങൾക്ക് അത്ര ഒരു ടേസ്റ്റില്ല. റാസിന് എന്തായാലും പറ്റും. അപ്പം ഞാൻ എൻ്റെ സവാളകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളിച്ചെണ്ണയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തണുപ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുകയായിരുന്നു വെളിച്ചെണ്ണയൊക്കെ. പിന്നെ ഇപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കണ വിധമൊന്നും ഞാൻ കാണിക്കണമൊന്നുമില്ല. എന്തായാലും നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടേ ഇങ്ങനെ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ കുക്കിംഗ് ചെയ്യണതൊക്കെ കാണിക്കണത്. അല്ലാണ്ട് ഇപ്പോൾ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കണതെന്നൊന്നും നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അങ്ങനെ അതേ മുട്ടക്കറിയൊക്കെ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ചായയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചൂടാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓവനൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാത്രങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് സാധനങ്ങൾ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി തന്നെ. അതാണ് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതേ മുട്ടക്കറിയുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രോസൺ ആയിട്ട് ഇതേ നമ്മൾ കൊണ്ടുവന്നത് പുട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതേ ചിക്കൻ കറി. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു സുഖം തോന്നാറില്ല കേട്ടോ. പിന്നെ റാസിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ നോക്കിക്കണ്ടേ പാലപ്പവും പിന്നെ അതുപോലെ തന്നെ സ്റ്റൂവാണ്. ഇതിങ്ങനെ ഒരു പാക്കേജ് പോലെ കിട്ടണണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മളിതേ ഇടിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെലക്റ്റീവായിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ വന്ന് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു നാടൻ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അതുകൊണ്ടാട്ടോ അത്രയൊക്കെ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ അതേ നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ ചൂടാക്കിയിട്ടുണ്ട്. പുട്ടാണ് നമ്മൾ ആദ്യം ചൂടാക്കിയത്. പുട്ട് ഇതേ മുട്ടക്കറി, ചിക്കൻ കറി ഒക്കെ ചൂടാക്കിയിട്ടുണ്ട്. പാത്തു ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇതേ പുട്ടും പഴവും ഇരുന്ന് കഴിക്കാണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലത്തൊത്തിരുന്ന് പുട്ടും പഴമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണല്ലേ. പിന്നെ അതേ നമ്മൾ കട്ടൻ ചായ കണ്ടു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഭയങ്കര ലാവിഷായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. ഇടിയപ്പവും ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും വീഡിയോ ബോറാവൂലേ. അപ്പോൾ അതുകൊണ്ട് അടുത്ത വിശേഷങ്ങൾക്കായിട്ട് നിങ്ങൾ കാത്തിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.